കളഞ്ഞുകിട്ടിയ 1 പവനോളം തൂക്കം വരുന്ന സ്വർണം തിരിച്ചേൽപ്പിച്ച് മാതൃക തീർത്ത് കുണ്ടംകുഴി സ്വദേശി ധനേഷ്. പുതിയകോട്ട അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിന്നുമാണ് ധനേഷിന് സ്വർണം കളഞ്ഞുകിട്ടിയത്. കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ മാസം കളഞ്ഞുപോയ സ്വർണ്ണ പാദസരം തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചിത്താരി സ്വദേശി സന്ധ്യ. ഓട്ടോ ഡ്രൈവറായ കുണ്ടംകുഴിയിലെ ധനേഷിന്റെ നന്മ നിറഞ്ഞ മനസ്സാണ് ഇതിനു പിന്നിൽ. ധനേഷും കുടുംബവും ചികിത്സയ്ക്കെത്തിയപ്പോൾ സ്വർണ്ണ പാദസരം ആശുപത്രിയിലെ കസേരയിൽ കണ്ട് അധികൃതരെ ഏൽപ്പിക്കുകയായിരുന്നു. കാണിക്കാൻ വന്ന ഇവരുടെ കയ്യിൽ നിന്ന് വീണുപോയതാണ്. അത് വീണത് കണ്ടിട്ട് ധനേഷ് എന്ന് പറഞ്ഞ ഒരാണ് കിട്ടിയത്. അവർ നമ്മുടെ കൗണ്ടറിൽ ഏൽപ്പിക്കും. നമ്മൾ കുറച്ച് ദിവസം കാത്തു നിന്നു, ആരെങ്കിലും വരുന്നതെന്നില്ല. പിന്നെ കാണാത്തതുകൊണ്ട് അവസാനം നമ്മൾ അന്ന് വന്നവരുടെ ഫോൺ നമ്പറെല്ലാം വിളിച്ച് നോക്കിയിട്ടാണ് ആ ഒരു ടൈമിൽ വന്നവരെയെല്ലാം നോക്കിയിട്ട് ചെയ്തത്. പിന്നെ ധനേഷ് ചെയ്ത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇത്രയും സ്വർണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാൻ കൊടുക്കാൻ പോകുമല്ലോ. ജനുവരി 24-നായിരുന്നു സന്ധ്യ കുട്ടിയുമായി അമ്മയും കുഞ്ഞും ആശുപത്രിയിലെത്തിയത്. തുടർന്ന് ഡോക്ടറെ കണ്ട ശേഷം 2 ബസ്സുകൾ സഞ്ചരിച്ച ശേഷം വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് മകളുടെ സ്വർണ്ണപാദസരം നഷ്ടമായ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ വന്നിന് 24-ാം തീയതി രാവിലെ. അന്നേരം ഞാൻ തിരക്കിന് ശ്രദ്ധിച്ചിട്ടാ ബസ്സിൽ വന്നതുകൊണ്ട് വീട്ടിൽ എത്തിയിട്ടാണ് അറിയുന്നത്. വീട്ടിൽ കുറേ നോക്കി രാവിലെ ആയതുകൊണ്ട് വീട് എനിക്ക് കുറച്ച് ഉറപ്പുണ്ടായിട്ടാ. ബസ്സിലായതുകൊണ്ട് പിന്നെ എന്തായാലും കിട്ടിയില്ല എന്നറിഞ്ഞു. ആശുപത്രി സൂപ്രണ്ട് തെളിവുകളുമായി എത്തിയാൽ സ്വർണം തിരിച്ചു നൽകാമെന്ന് അറിയിച്ചതോടെ സന്ധ്യ തെളിവ് സഹിതമെത്തി സ്വർണം തിരിച്ചു വാങ്ങുകയായിരുന്നു. ദിനം പ്രതി സ്വർണത്തിന് വില കൂടി വരുന്ന കാലത്ത് നന്മയുടെ മാതൃകയായി മാറുകയാണ് കുണ്ടംകുഴി സ്വദേശി ധനേഷ്. ഞാൻ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നേരം ഇങ്ങനെ ഇതിൻ്റെ ചേറിൻ്റെ മേലെ ഉണ്ടായത്. മോനാണ് ആദ്യം കണ്ടിന്. ഞാൻ കിട്ടിയിട്ടാകുമ്പോൾ നേരെ കൗണ്ടറിൽ അവിടെ ഏൽപ്പിച്ചു. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.